എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ എക്സൈറ്റഡ് അല്ലേ? സുരേഷേട്ടൻ പെണ്ണുവാവയാന്നും പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡിൽ ഇരുന്നിട്ട് എനിക്ക് പേടിയായിരുന്നു ഇവനാണെന്ന് അറിയുന്ന സമയത്ത് എങ്ങനെ ഇത് സ്വീകരിക്കും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പക്ഷെ എനിക്കൊരു ഇല്യൂഷൻ ഉണ്ടായിരുന്നു പോയായിരുന്നു. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോളുമ്പാതെ മഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും. പേര് സെലക്ട് ചെയ്തോളൂ തന്നെയാണ്. ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, എനിക്കല്ല പുള്ളിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഇവളുടെ പേര് റീഷ, എൻ്റെ പേര് സുരേഷ്. ആറിൽ തുടങ്ങി SH തീരണം, അങ്ങനെയാണ് ഞങ്ങൾ റിഷ്വിക്. SH തീരണം എന്നല്ല, SH ആറും ഉണ്ടാകണം. സെലക്ട് ചെയ്ത് റിഷ്വിക്. വെറുതെ വെറുതെ ഈ നൊമ്പരമിതോ. പക്ഷേ ചേട്ടായി ബോയ് അല്ല ഗേള് എന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, അവർക്കറിയായിരുന്നേ. അന്നേരം ഇങ്ങനെ അവർക്കൊക്കെ പേടിയായിരുന്നു സുരേഷൻ എങ്ങനെ. ഞങ്ങളോട് പറഞ്ഞില്ല, ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സാണ് മേടിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് അവരൊരു ജെൻഡർ റിവ്യൂല് ഇതുപോലൊരു പരിപാടി, ഇപ്പം നമ്മൾ നെയിമില്ലേ അതുപോലൊരു പരിപാടി അവർ ഒക്കെ ചെയ്തത്. ഒക്കെ ആയിരുന്നു. ഞങ്ങൾ പബ്ലിക്കായിട്ട് പോയി ആക്കി വിളിപ്പിച്ചു, നല്ല പോയി ആക്കി. വിണ്ണിനാമോ രാവിൽ പുലരാനാ അവൻ എണീക്കുന്നത് രാത്രി 2 മണിക്ക് 3 മണിക്ക് വയറ്റിൽ കിടന്ന് ഭയങ്കര ചാട്ടമാണ്. ഫുള്ള് ചേഞ്ചാ, ടോട്ടലി ചേഞ്ച്. ഞങ്ങളെ ഉറക്കം ചേഞ്ച്, ഞങ്ങളുടെ പുറത്തുപോക്ക് ചേഞ്ച്, ഞങ്ങളുടെ എല്ലാം A to Z. നോക്കിയിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ ആയിരുന്നപ്പം രണ്ടുപേരും കൂടെ വണ്ടിയുടെ ഒറ്റ വെക്കരുത്തരും രാത്രി. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിനും സമയമായി. ഇപ്പം എല്ലാം ഡിപ്പെൻഡ് അപ്പോൾ എന്താ പറയാ അല്ല, അവൻ എങ്ങനെയാണോ, അവൻ എണീക്കുന്ന പോലെ, അവൻ ഉറങ്ങുന്ന പോലെ, അവൻ കരയുന്ന പോലെ. ഇത് ഇപ്പം ഇന്ന് ഞങ്ങൾ ഉറങ്ങിയ രാവിലെ 6 മണിക്ക് കിടന്നു, 7:30 1 മണിക്കൂറാണ് ഞങ്ങൾ ഇന്നലെ ഉറങ്ങി. അതൊക്കെയാണ് ഞങ്ങളുടെ മാറ്റങ്ങളുള്ള ചൂടാടേ. ഒന്നൂടെ തുടങ്ങാമിനി, പിന്നെത്തിപ്പിടിക്കാമിനി, ചുളിവുകളേറെ ഭംഗി പകരും അനുഭവഗാഥ ചായമെഴുതും ഉലയാത്ത തേജസിന്റെ മുഖമേ ഈ മണ്ണിൻ നിധിയാണു നീ.